ഹായ് ഓൾ, വെൽക്കം ടു പ്രൊപ്പോയ്സ് UG+. പ്രൊപ്പോയ്സ് UG+ലേക്ക് ഏവർക്കും സ്വാഗതം. CUET PG 2024 ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അറിയാത്തവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഡിസംബർ 26 ഓപ്പൺ ആയ പോർട്ടൽ ജനുവരി 24 വരെ 2024 ജനുവരി 24 വരെ ആയിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതിനിടയിൽ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കറക്ഷൻ വിൻഡോ ജനുവരി 27 മുതൽ 29 വരെയുമാണ്. നമ്മുടെ അഡ്മിറ്റ് കാർഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുക മാർച്ച് 7 തീയതിയാണ്. പക്ഷേ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് മാർച്ച് 4 തീയതി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് NTA പുതിയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി CUET PG അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എവിടെ നിന്ന് പരീക്ഷ എഴുതണം. 2 സെന്റേഴ്സ് ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ കിട്ടുന്നത്. ആ സെന്റേഴ്സ് എവിടെ എടുക്കണം, അതായത് ചോയ്സ് ഓഫ് സിറ്റീസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് അത് വരികയാണ്. ചോയ്സ് ഓഫ് സിറ്റീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ചോയ്സ് ഓഫ് സിറ്റീസ് മാറ്റാൻ പറ്റുമോ നമുക്ക് പിന്നീട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. വളരെ ഷോർട്ട് ആയിട്ടുള്ള സെഷനാണ്, മൊത്തമായി തന്നെ കാണുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് സ്റ്റേ ട്യൂൺ ടു പ്രൊപ്പോയ്സ് UG+, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. സമയം കളയാൻ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചോയ്സ് ഓഫ് സിറ്റീസിൽ ആദ്യം തന്നെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇത് ചോയ്സ് ഓഫ് സിറ്റീസിലായിട്ട് വന്നിട്ടുള്ളതല്ല, പക്ഷേ ഇൻ ജനറൽ CUET PG 2024 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതൊരു അപ്ലിക്കന്റും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഓൾ കാൻഡിഡേറ്റ്സ് ഷാൽ എൻഷുർ ദാറ്റ് ദി ഇൻഫർമേഷൻ, എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ്, പേര്, അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി സ്റ്റാറ്റസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ചോയ്സ് ഓഫ് സിറ്റീസ് ഫോർ എക്സാം സെന്റർ എക്സെട്ര, ഇതുപോലത്തെ വിവരങ്ങളൊക്കെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം അവർ വീണ്ടും എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, any request for change in the particulars and uploaded scanned images at any stage will not be considered by NTA under any circumstances. ഒരു രീതിയിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കില്ല എന്നുള്ളതാണ് NTA പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഇത് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. NTA will not entertain the corrections sent by the candidate through post, fax, WhatsApp, email, by hand. എങ്ങനെ അയച്ചാലും എങ്ങനെ NTA സമീപിക്കാൻ നോക്കിയാലും ഒരു മാറ്റങ്ങൾ ഈ മേൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും അവർ വരുത്താൻ സമ്മതിക്കില്ല എന്നുള്ളത് ആദ്യമേ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോയ്സ് ഓഫ് സിറ്റീസിലേക്ക് തന്നെ വരാം. The cities where the CUET PG 2024 will be conducted are given in Appendix 1. ഞാൻ പറഞ്ഞു കേരളത്തിൽ 15ഓളം സെന്റേഴ്സിൽ നടക്കുന്നുണ്ട്. ഓരോ ജില്ലയിലും ഓരോ സെന്റർ വീതമെങ്കിലും മിനിമം ഉണ്ട്. While applying, candidate have to select 2 cities of their choice based on their permanent address or present address. ഇവിടെയാണ് ഇതിന്റെ ട്രിക്ക് ഇരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാം വരാൻ പോകുന്നത് മാർച്ചിലാണ്. അപ്പൊ പലരും ഇപ്പം വെക്കേഷൻ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നവരായിരിക്കാം. ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു സിമ്പിൾ മിസ്റ്റേക്ക് ആണ്. പലരും വളരെ കോഷ്യസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും, ഭൂരിഭാഗം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇനി ആർക്കെങ്കിലും തെറ്റി പറ്റിയേക്കാം എന്നുള്ള ഒരു കാര്യം കൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് മാത്രം. നിങ്ങൾ മാർച്ചിൽ പരീക്ഷ എഴുതുമ്പോൾ എവിടെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. പലരും പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവരായിരിക്കാം. ഇനി പലരും കേരളത്തിൽ തന്നെ, ഇപ്പൊ നിങ്ങൾ കോഴിക്കോടാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കാം. അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ കോഴിക്കോട് സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് വരേണ്ടതുണ്ട്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആവുന്ന ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഒന്നും ഇതിങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നില്ല ഞങ്ങൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പരീക്ഷ നടക്കുന്നത് ജൂൺ, ജൂലൈ ഒക്കെ മാസങ്ങളിലായിട്ടാണ്. ഈ വട്ടം പരീക്ഷ നടക്കുന്നത് മാർച്ചിലാണ്. അപ്പൊ പലപ്പോഴും നിങ്ങളുടെ സെം എക്സാമിന് ഇടയിലൂടെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് CUET PG അപ്പിയർ ചെയ്യേണ്ടി വരിക. അങ്ങനെ സെം എക്സാമിന് ഇടയിലൂടെ CUET PG അപ്പിയർ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വേറെ സെന്റർ കൊടുക്കുകയാണെങ്കിൽ അവിടെ 2 and 4 ട്രാവലിന്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു സെം എക്സാം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ക്ലാഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടുക ആ ഒരു സാഹചര്യത്തിലായിരിക്കും. അപ്പൊ അതിനൊരു വഴി ഒരുക്കേണ്ടതില്ല. നിങ്ങൾ തിരുവനന്തപുരത്താണ് പഠിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് സെന്റർ കൊടുക്കാൻ നോക്കുക, അതിനടുത്തുള്ള കൊല്ലത്തോ സെന്റർ കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ എവിടെയാണ് നിങ്ങൾക്ക് പോയി വരാൻ സുഖം, ആ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് പോയി വരാനുള്ള സുഖമാണ് നോക്കേണ്ടത്. ഇപ്പോഴത്തെ കാര്യങ്ങളിൽ അൺഷുവർ ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തൊരു തീരുമാനം എടുക്കുക. ഇനി ഇത് ഞാൻ പറഞ്ഞ വിത്തിൻ എ സ്റ്റേറ്റ് ആണ്. ഇനി ഇന്റർ സ്റ്റേറ്റ് ട്രാവൽ ചെയ്യേണ്ടവരുണ്ടാവും, ഹൈദരാബാദ് പഠിക്കുന്നവരുണ്ടാവും, ഡൽഹി പഠിക്കുന്നവരുണ്ടാവും, അവരൊക്കെ തന്നെ CUET PG എഴുതുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ ചാനൽ കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാർച്ചിൽ എവിടെയായിരിക്കും ഉണ്ടാവുക. മാർച്ച് പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് 11 to 28. ഇനിയും ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെ നമുക്ക് പോവാം. ആ 3 ആഴ്ചകൾക്കിടയിലായിട്ട് നിങ്ങൾ എവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുക. അതനുസരിച്ച് വേണം ചോയ്സ് ഓഫ് സിറ്റി സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും വെച്ചിട്ടാണ് അവര് സെന്റേഴ്സ്. നിങ്ങൾക്ക് ഇപ്പൊ കേരളം കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പെർമനന്റും പ്രസന്റും അഡ്രസ്സ് ഞാൻ കേരളം കൊടുത്തപ്പോൾ എനിക്ക് തമിഴ്നാടു, ലക്ഷദ്വീപ്, അതുപോലെ കേരളം, ഇങ്ങനെ ഒരു 4-5 അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ വന്നിട്ടുള്ളത്. അതായത് ആ സ്ഥലങ്ങളിൽ നിന്നുള്ള സെന്റേഴ്സ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ പുറത്തുള്ള സെന്റേഴ്സ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. പെർമനന്റ് അഡ്രസ് എന്നുള്ളത് നിങ്ങൾ വീട്ടിലേക്ക് കൊടുക്കുമ്പോഴും പ്രസന്റ് അഡ്രസ് വീട്ടിലേക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങൾ എവിടെയാണോ നിലവിലുള്ളത് ആ അഡ്രസ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വരും, ഒന്നെങ്കിൽ പ്രസന്റ് അഡ്രസ് ഉള്ള ഇടത്ത് വെച്ച് പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ് ഉള്ള ഇടത്ത് വെച്ച് പരീക്ഷ എഴുതാം.
അതിൽ നിങ്ങൾ എവിടുന്നാണ് എഴുതാൻ തീരുമാനിക്കുന്നത് അത് ചൂസ് ചെയ്താൽ മതി. അങ്ങനെ പെർമനന്റ് അഡ്രസ്സ് നിങ്ങൾ തെറ്റിക്കേണ്ടതില്ല. പ്രസന്റ് അഡ്രസ്സ് കൊടുക്കുന്നിടത്തോളം, കറക്റ്റ് ആയി കൊടുക്കുന്നിടത്തോളം, നിങ്ങൾ വീടിന് വിട്ടു നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത് കറക്റ്റ് ആയി കൊടുക്കുന്നിടത്തോളം അങ്ങനെ ഒരു ഇഷ്യൂ പിന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസന്റും പെർമനന്റും അഡ്രസ്സ് ബേസ് ചെയ്തിട്ട് ചോയ്സ് ഓഫ് സിറ്റി വരുന്നത് കൊണ്ട് തന്നെ അത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Efforts will be made to allot the city of examination to the candidates in order of choice. അപ്പൊ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് സിറ്റി തരാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ പരാതിപ്പെടാൻ പറ്റില്ല. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം NTA ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന സെന്ററിൽ പോയിട്ട് പരീക്ഷ എഴുതാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ വട്ടമൊക്കെ തന്നെ തമിഴ്നാട്ടിലെല്ലാം തന്നെ പോയിട്ട് പരീക്ഷ എഴുതേണ്ടി വന്ന കുട്ടികളുണ്ട്. തിരുവനന്തപുരത്തുനിന്നും അതുപോലെ കാസർഗോഡ് നിന്നൊക്കെ, മംഗലാപുരം, തമിഴ്നാട്ടിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, കർണാടകത്തിലെ വ്യത്യസ്ത ജില്ലകളിലൊക്കെ തന്നെ പോയി പരീക്ഷ എഴുതേണ്ടി വന്ന വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പോയി എഴുതുക, കാരണം നമ്മുടെ അവസരമാണ് പോകുന്ന, ആവശ്യം നമ്മുടെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പോയി എഴുതേണ്ടതുണ്ട്, അല്ലാണ്ട് ദൂരെയായി പോയി എന്ന് കരുതി എഴുതാൻ പോവാതെ ഇരിക്കരുത്. In case there are very few candidates from a city, the NTA reserves the right to merge cities. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വളരെ കുറഞ്ഞ ആളെ പരീക്ഷ എഴുതുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ രണ്ട് സിറ്റിയും കൂടെ മേർജ് ചെയ്തിട്ട് ഒറ്റ സിറ്റി ആക്കും. അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ജില്ലയിലും വരാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് എഴുതുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ സിറ്റി അലോട്ട്മെന്റിന്റെ ഫൈനൽ വാക്കെന്ന് പറയുന്നത് NTA ആണ്, വേറെ ആരും അല്ല. ഇനി ഇതിന്റെ പുറത്ത് വേറെ നമുക്ക് ഒരു രീതിയിലും അപ്പീലിലും കാര്യങ്ങൾക്കൊന്നും തന്നെ പോകാനും പറ്റില്ല. അവർ പറയുന്നിടത്ത് പോയി പരീക്ഷ എഴുതാനുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ഏതൊക്കെ സിറ്റികൾ അവൈലബിൾ ആണെന്നുള്ളതിനായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അപ്പൻഡിക്സ് 1 കൊടുത്തിട്ടുണ്ട്. അതിൽ 15 സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ 15 സിറ്റി ഞാൻ പറഞ്ഞു. 15 സിറ്റികളിൽ 14 ഓരോരോ ജില്ലകളാണ്. ആ ജില്ലകളിൽ അങ്കമാലി ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15ാമത്തെ ഒരു സിറ്റി. അങ്ങനെ 15 സിറ്റികളാണ് കേരളത്തില് CUET PG 2024 റെഡി ആയി നിൽക്കുന്ന എക്സാമിനേഷൻ സിറ്റീസ്. ഇനി സെന്റേഴ്സ് ഈ പറഞ്ഞ വിത്തിൻ സിറ്റി, ഈ പറഞ്ഞിരിക്കുന്ന സിറ്റീസിനകത്ത് തന്നെ ഏകദേശം 3, 4, 5 സെന്റേഴ്സ് ഒക്കെ തന്നെ കാണാൻ സാധിക്കും. ഫൈനൽ സ്ലൈഡിലേക്ക് പോകാം. ചോയ്സ് ഓഫ് ടെസ്റ്റ് സെന്റർ സിറ്റീസ് വിൽ ബി ലിമിറ്റഡ് ടു ദി സ്റ്റേറ്റ് ഓഫ് പെർമനന്റ് അഡ്രസ് ഓർ പ്രസന്റ് അഡ്രസ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റിന് അടുത്തുള്ള ഇടങ്ങളിൽ, അല്ലെ അടുത്തുള്ള 1, 2, 3, 4 സ്റ്റേറ്റ്സിലെ എക്സാം സെന്റേഴ്സ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഇനി ഒരു കാര്യം കൂടെ, NTA ഇവിടെ കൈ കഴുകുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. NTA വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ എനി ഇൻകൺവീനിയൻസ് ഡ്യൂ ടു ദ ഇൻകറക്റ്റ് സെലക്ഷൻ ഓഫ് സിറ്റീസ് ബൈ ദ കാൻഡിഡേറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് അറിയാതെ തെറ്റിപ്പോയിന്നിരിക്കട്ടെ, അതിൽ NTAക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്നുള്ളത് പറയുന്നുണ്ട്. Allotment of centers will be done mostly in one of the preferred cities of the candidates and there will be no human intervention. അതായത് ആൾക്കാരല്ല, ഇത് സിസ്റ്റം തന്നെയാണ് പരമാവധി ഈ പറഞ്ഞിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സ് എല്ലാം നോക്കിയിട്ട് അലോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഇന്റർവെൻഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ആരും തന്നെ അതിൽ കൈകടത്താൻ പോകുന്നില്ല. നോട്ട് all efforts will be made by NTA to consider the comfort and convenience of candidates including persons with benchmark disability candidates while allotting centers. എല്ലാവരുടെയും സൗകര്യം നോക്കി തന്നെ അലോട്ട് ചെയ്യാനാണ് NTA ശ്രമിക്കുക എന്നൊരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ താഴെ പറയുന്നുണ്ട്, സ്വന്തം ചെലവിൽ വേണം പരീക്ഷ എഴുതാൻ പോകാൻ. ഓക്കെ, സ്വന്തം ചെലവിൽ എവിടെയാണോ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന സെന്ററിൽ പോയി പരീക്ഷ എഴുതുക. ആ ഒരു ചെലവൊന്നും തന്നെ ഒരു രീതിയിലും NTA നിങ്ങൾക്ക് തരുന്നതായിരിക്കില്ല. അതായത് ചില പരീക്ഷകൾ എഴുതാൻ പോകുമ്പോൾ ആ എഴുതിപ്പിക്കുന്ന അതോറിറ്റി ഈ എഴുതാൻ പോകുന്നവർക്ക് ഒരു പൈസ എല്ലാം തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഡിഫൻസിലൊക്കെ തന്നെ പല പരീക്ഷകൾ അത് കാണാൻ പറ്റും. അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. Under no circumstances the choice of cities for the center and timing of examination provided in the admit card shall be changed. ഒരു രീതിയിലും അഡ്മിറ്റ് കാർഡിലുള്ള സെന്ററോ അല്ലെങ്കിൽ ടൈമിങ്ങോ ചേഞ്ച് ആവാൻ പോകുന്നില്ല. until and unless NTA decides to. നമ്മുടെ ഒരു ആവശ്യം കാരണം അവർ മാറ്റില്ല, അവരുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ മാറ്റുകയും ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ നടന്നിട്ടുണ്ട്. പല കാരണങ്ങളാൽ പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട്, അത് അവർ വേറെ തന്നെ രീതിയിൽ നടത്തിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ചോയ്സ് ഓഫ് സിറ്റീസിൽ നോക്കാനുള്ളത്. നിങ്ങളുടെ സെം എക്സാം മനസ്സിൽ വരണം, നിങ്ങൾ എവിടെയായിരിക്കും മാർച്ചിൽ പരീക്ഷയുടെ സമയത്ത് ഉണ്ടാവുക എന്നുള്ളതും ഈ 2 കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ പോർഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഏതായാലും ഈ 2 കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. സെം എക്സാം എസ്പെഷ്യലി മൈൻഡിൽ വെച്ചിട്ട് വേണം ചോയ്സ് ഓഫ് സിറ്റീസ് സെലക്ട് ചെയ്യാൻ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഒരിക്കൽ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പീസ് ഔട്ട്.